പുയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമഃ. ഞാൻ ഷെറിൻ, പുയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമ്പത്ത് വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരെയും പൂജിച്ച് കൃത്യമായി നടന്നതിൻ്റെ ഫലമായിട്ട് സമ്പാദിക്കാനായിട്ട് സാധിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പോഴാണ് പുയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിനെ കുറിച്ച് ചിലപ്പോൾ ആൾക്കാർക്ക് അറിയുന്നത്. അപ്പോൾ അങ്ങനെ അറിയുന്ന ആൾക്കാരിലേക്ക് വളരെ വ്യക്തമായിട്ടൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിലേക്ക് ആൾക്കാർ വന്ന് ആൾക്കാരുടെ പൂജകൾ എടുത്തിട്ട് എനിക്ക് നാളെ ജീവിക്കേണ്ട ഗതികേട് വിഷ്ണുമായ സ്വാമി വരുത്തിയിട്ടില്ല. ഞാൻ വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരെയും കുറിച്ച് അതിശക്തമായിട്ട് എല്ലാവരുടെ അടുത്ത് പറയുന്നതിൻ്റെ കാരണം, എന്നെ പോലെയുള്ള ഒരു വളരെ സാധാരണക്കാരനായിട്ടുള്ള വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു വ്യക്തി ജീവിതത്തിൽ സമ്പന്നനാവണം, ലോകത്തിൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്ക് പോകണം, വലിയ ബിസിനസ്സുകാരനാകണം, വലിയ വിജയങ്ങൾ നേടണം, എനിക്കും സമ്പത്തിനെ കുറിച്ച് അതിൻ്റെ സുഖങ്ങളെക്കുറിച്ച് അറിയണം എന്നൊക്കെയുള്ള തീവ്രമായ ആഗ്രഹവുമുള്ള, അതിനനുസൃതമായിട്ട് തന്നെ ഒരുപാട് ദുരിതങ്ങൾ ചെറുപ്പകാലം മുതൽ സമ്പത്തില്ലായ്മയുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചൊരു വ്യക്തിയാണ്. അതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ജനങ്ങളുടെ മനോഭാവവും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ സമ്പത്തിന് അതിൻ്റെതായിട്ടുള്ള വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ കാശുണ്ടായാൽ മാത്രം തന്നെയാണ് ആൾക്കാർ നമ്മളെ വില വയ്ക്കുള്ളൂ, നമുക്കൊരു അംഗീകാരം കിട്ടുള്ളൂ എന്നുള്ളതൊരു നഗ്ന സത്യം തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പുയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിലേക്ക് വരുന്ന ആൾക്കാർ വരുന്നവർക്ക് വരാം, വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങൾ വന്നിട്ട് വേണ്ട ഇവിടെയുള്ള വിളക്ക് കത്താനും ഇവിടെയുള്ള നിവേദ്യങ്ങൾ സ്വാമിക്ക് കിട്ടാനും ഇവിടെ വേണ്ട കാര്യങ്ങൾ നടന്നു പോകാനും എനിക്കത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ പറ്റും. കാരണം ഞാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബിസിനസ് ഇൻഡസ്ട്രിയിൽ എത്തിയതിനു ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ വിഷ്ണുമായ സ്വാമി തന്നത്. അപ്പോൾ വലിയ വിജയങ്ങളിലേക്ക് എത്താൻ ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നു. ഒരുപാട് തലത്തിൽ സമ്പത്തുണ്ടാക്കാൻ പറ്റുന്ന മാർഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും വിജയിച്ചത് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അത് ദുബായിലും മുംബൈയിലും സൗത്ത് ആഫ്രിക്കയും അതുപോലെ ഓൾ ഓവർ ഇന്ത്യ തന്നെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതിലൂടെ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. വർഷങ്ങളോളമുള്ള അതികഠിനമായ പ്രയത്നത്തിന്റെ ഫലമായിട്ട് ആണ് എനിക്കത് സമ്പാദിക്കാനായിട്ട് പറ്റിയത്. അതില് വിഷ്ണുമായ സ്വാമിയാണ് ഒരു തരത്തിലും എന്നെ തോൽപ്പിക്കാതെ ഇന്നേ വരെ ജീവിതത്തിൽ വിജയിപ്പിച്ച് നിർത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ദൈവത്തെക്കുറിച്ച്, അപ്പോ അങ്ങനെയുള്ള ഒരു ജീവിതം, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫിനെ ഇത്രയും നന്നായിട്ട് എന്നെ സംരക്ഷിക്കുകയും പലപ്പോഴും പലതരത്തിലുള്ള തടസ്സങ്ങളും നമ്മളെ ഇല്ലായ്മ ചെയ്യാനുള്ള മാർഗങ്ങളുമായിട്ട് ദുഷ്ടചിന്തകളുമായിട്ട് വന്നിട്ടുള്ള പലരുടെയും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ അതിനെല്ലാം മറികടക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തന്നതും വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരുടെയും ശക്തി കൊണ്ടാണ്. അപ്പോൾ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്സും സമ്പന്നൻ എങ്ങനെ ആവണം, സമ്പത്തുണ്ടാവുമ്പോൾ വരുന്ന ശത്രുബാധകളെയും മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളിൽ നിന്നും എങ്ങനെ നിങ്ങൾ രക്ഷപ്പെടും, എന്നും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം ഉണ്ടാവാൻ നിങ്ങൾ എന്തു ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ പൂജകൾ ചെയ്തുകൊണ്ട് വിജയിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിസമ്പന്നത, ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന അതിസമ്പന്നത എന്ന് പറയുന്നത് കോടികളാണെങ്കിൽ ആ കോടികൾ സമ്പാദിച്ച് അത് സുരക്ഷിതമായിട്ട് ഉപയോഗിച്ച് ഇപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ പണിയെടുത്ത് ജീവിക്കടാന്ന് എന്നോട് പറയുമ്പോൾ എനിക്ക് വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും നന്നായിട്ട് പണിയെടുത്തിട്ട് തന്നെയാണ്, അതിൽ സ്വാമിയോട് ഒരു അത്ഭുതം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സമ്പന്നനാവാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ വീണ് നാണം കെട്ടും മറ്റുള്ളവരാൽ കളിയാക്കപ്പെട്ടും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും എല്ലാ തരത്തിലുമുള്ള ഒറ്റപ്പെടുത്തലുകളെല്ലാം കഴിഞ്ഞിട്ട് വന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാവുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പല പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇല്ലാണ്ടായി പോവും. അതായത് നമ്മൾക്ക് തിരിച്ചു കയറാനായി പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ വരെ വളരെ ഈസി ആയിട്ട് എനിക്ക് കടന്നു വരാൻ പറ്റിയിട്ടുള്ളത് വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാർക്ക് ശക്തി ഉള്ളതുകൊണ്ടാണ്.
പലരും ഞാൻ ഈ ഉപാസനയുമായി മുന്നേ നടക്കുമ്പോൾ അന്ന് എനിക്ക് എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, സ്വാമിയുടെ ഉപാസന എടുത്താൽ നമുക്ക് വലിയൊരു വിജയം ഉണ്ടാവുമെന്ന് എല്ലാവരും പറഞ്ഞതിന്റെ ഫലമായിട്ടും എപ്പോഴും അത് കോമൺ ആയി പറഞ്ഞു കേൾക്കുന്ന ഒരു വേർഡ് തന്നെയാണ്. അപ്പൊ നമുക്ക് സ്വാമിയുമായിട്ട് ഭയങ്കര അടുപ്പുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ ഫലമായി ഇത് ചെയ്ത് നടക്കുമ്പോൾ പലപ്പോഴും ആൾക്കാർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അത് ചെയ്തിട്ട് നിന്റെ കുടുംബം തകരും, നീ ഭ്രാന്തനാവും, നിനക്ക് ഒരു തരത്തിൽ ഇനി ജീവിതത്തിൽ വിജയം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പക്ഷേ പല സമയങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടായപ്പോ നീ അത് ചെയ്തുകൊണ്ടാണ്, നീ ഇത് ചെയ്തുകൊണ്ടാണ്, നീ അങ്ങനെ സ്വാമിയെ ഉപാസിച്ചുകൊണ്ടാണ്, നീ ഇങ്ങനെ ചെയ്തുകൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. അപ്പോഴും നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പൂജിക്കുന്നത് വിഷ്ണുവായ സ്വാമിയെയും ചാത്തന്മാരെയുമാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടും ഇപ്പോ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു ജീവിതത്തിൽ മാറ്റമോ ഒരു റിസൾട്ടോ ഒരു സന്തോഷമോ ധൈര്യമോ ആത്മവിശ്വാസമോ അല്ലെങ്കിൽ ആരുടെ മുന്നിലും ധൈര്യമായിട്ട് ഞാൻ വിഷ്ണുവായ സ്വാമിയെ പ്രാർത്ഥിക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളോടൊരു ഭയം തോന്നുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് വിഷ്ണുവായ സ്വാമിയും ചാത്തന്മാരെയും കൊണ്ടുനടക്കുന്ന ആൾക്കാരോടത്താണ്. അപ്പൊ അത്രയും ധൈര്യവും അത്രയും ആൾക്കാർ നമ്മളെ ഭയത്തോടു കൂടി കാണുന്നുണ്ടെങ്കിൽ സ്വാമിക്ക് എന്തെങ്കിലും ഇല്ലാണ്ടത് ആവില്ലല്ലോ. അപ്പോ വിഷ്ണുവായ സ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ്, പൂജിച്ചുകൊണ്ട് തന്നെയാണ്, ഉപാസന ചെയ്തുകൊണ്ടാണ് ഇന്ന് ഞാൻ സമ്പന്നനായിട്ടിരിക്കുന്നതും ഇനിയും എന്നെ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് വിഷ്ണുവായ സ്വാമിയാണെന്നും ഇത്ര കൊല്ലങ്ങളായിട്ട് ഒരു 41 വർഷമായിട്ട് ഒന്നുമല്ലാതിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 41ാമത്തെ വയസ്സിനുള്ളിൽ ഇങ്ങനെയുള്ള ഒരു ജീവിതമാക്കി മാറ്റി എടുത്തു എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ലല്ലോ. നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നവർ തന്നെയാണ്, നമ്മൾ ഭയങ്കര ഡ്രീം ഉള്ളവരാണ്, നന്നായി പഠിക്കുന്നവരാവും, നല്ല വിദ്യാഭ്യാസമുള്ളവരാവർക്കും നല്ല കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ ഒരു ഗതിയും പരഗതിയില്ലാണ്ട് നടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരില്ലേ. അപ്പൊ ആ കൂട്ടത്തിൽ എന്നെ സ്വാമി എത്തിച്ചില്ലല്ലോ. എന്നെ സ്വാമി നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തില്ലേ, പിന്നെ എന്തിനാ നമ്മളെ സംബന്ധിച്ച് പേടിക്കേണ്ട ആവശ്യം? അതുകൊണ്ട് പണിയെടുത്തുകൂടെ, പണം ഉണ്ടാക്കാനാണ് എന്ന് പറയണ്ട. കാരണം ഞാൻ ഉണ്ടാക്കിയ കാര്യമാണത്. അപ്പൊ എൻ്റെ കയ്യിൽ അതിനുള്ള പണം ഉണ്ടെന്ന് കൂട്ടിക്കോ. പൈസ ഉള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിളിക്കുന്ന ആൾക്കാരെ ഫോൺ എടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം? ഫോൺ എടുക്കുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് എന്തെങ്കിലും പൈസ കിട്ടണം എന്നുള്ളതുകൊണ്ടല്ലേ ഫോൺ എടുക്കണേ. നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇവിടെ എത്തിപ്പെടേണ്ട ആൾക്കാർ ഇവിടെ എത്തിപ്പെടും. ഫോൺ എടുക്കാനായിട്ട് താല്പര്യമുള്ള സമയത്ത് നമ്മൾ താല്പര്യമുള്ളപ്പോൾ എടുക്കും. എനിക്ക് ഇവിടെ സ്വാമിയെ പൂജിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അല്ലാണ്ട് ആൾക്കാരെ ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യലില്ല. അപ്പോ ചിലപ്പോ ഓൺലൈനിന്റെ മാർഗങ്ങളും കാര്യങ്ങളാകുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ഫോൺ നമ്പർ ഉണ്ടാവാം, എടുക്കില്ല എന്നല്ല പറയുന്നത്. വിഷ്ണുവായ സ്വാമിയും ചാത്തന്മാരും കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ. സ്വാമിയുടെ പൂജകൾ ചെയ്തിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പോഴെല്ലാം ആൾക്കാർ എന്നെ അറിയുന്നത്, ഇപ്പോഴെല്ലാം ആൾക്കാർ പൊയ്യാറ് വിഷ്ണുവായ മഠത്തിനെ കുറിച്ച് അറിയണത്. ഇതിനു മുമ്പ് ആർക്കും അറിയില്ലായിരുന്നല്ലോ. അന്നും ഞാൻ സ്വാമിക്ക് നിവേദ്യങ്ങൾ കൊടുത്തിരുന്നില്ലേ, അന്നും ഞാൻ സ്വാമിക്ക് വിളക്ക് വെച്ചിരുന്നില്ലേ, അന്നും എൻ്റെ സ്വാമി എനിക്ക് വേണ്ടതെല്ലാം തന്നിട്ടില്ലേ. പിന്നെ ഇപ്പൊ എന്താ ഇനി എന്തിട്ടാ പുതിയ തരാനുള്ളത്? ഒന്നും തരാനില്ല. എനിക്ക് അതിസമ്പന്നത, കോടികൾ എന്ന് പറയുന്ന അനുഭവങ്ങളും എല്ലാ ജീവിതങ്ങളൊക്കെയും ഈ പറയുന്ന ആൾക്കാർ എന്നെ പറ്റി അറിയുന്നതിന് മുമ്പേ എനിക്ക് സ്വാമി തന്നു കഴിഞ്ഞു. പിന്നെ ഇപ്പൊ എന്താണ് പ്രത്യേകത? പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാനിത് പറയുന്നത് എൻ്റെ സ്വാമിക്ക് ശരിക്കും ശക്തി ഉണ്ട്. അപ്പൊ എനിക്ക് പറയണം എന്ന് തോന്നും, അപ്പൊ ഞാൻ പറയും. താല്പര്യമുള്ളവർക്ക് കേൾക്കാം, താല്പര്യമുള്ളവർക്ക് സ്വാമിയെ വിശ്വാസം ഉണ്ടെങ്കിൽ വരാം, വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം പ്രാർത്ഥിക്കുക. എനിക്കൊരു നിർബന്ധമില്ല. രക്ഷപ്പെടേണ്ടത് നിങ്ങളാണ്. ഞാൻ എന്തായാലും രക്ഷപ്പെട്ട ആളാണ്. പിന്നെ നിങ്ങൾ ആയിട്ട് കൂടുതൽ രക്ഷപ്പെടുത്തണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ഇവിടം വരെ നിങ്ങളില്ലാണ്ട് രക്ഷപ്പെടുത്താൻ എൻ്റെ വിഷ്ണുവായ സ്വാമിക്ക് അറിയാമെങ്കിൽ ഇനിയും സ്വാമിക്ക് അറിയാം അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ.